ഇത്രയും സാധനങ്ങളാണ് നമുക്ക്. അവിടെ ഒരു ഓട്ടയുണ്ട്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഹോസ്റ്റൽ ഷിഫ്റ്റിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് മാറുകയാണ്, ഫ്ലാറ്റിൽ നിന്ന് നേരെ ഹോസ്റ്റലിലോട്ട് മാറുകയാണ്. കാരണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. സോ നമ്മൾ മാറാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടുന്ന് കുറച്ച് ട്രാവൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് അശോകപുരമാണ്. അപ്പോൾ നമ്മളിനി നടക്കാവിലോട്ട് മാറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനും അമ്മണിക്കുട്ടിയാണ് പോണത്. അപ്പോൾ ഇതാ പാക്കിങ്ങിലാണ്. ആകെ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇനി ഓരോന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ എണീക്കാനും ലേറ്റായി. ഞങ്ങൾ കുറച്ചും കൂടി നേരത്തെയാണ് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നീച്ചപ്പോൾ നേരം വൈകിപ്പോയി. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് അറിയാൻ കാണുകയാണെങ്കിൽ ഞാൻ ദിൽബിന്ദിയ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പം ചേച്ചാ അമ്മനെക്കുട്ടി തിരുമ്പാണ് കേട്ടോ. എങ്ങോട്ടാ കുണ്ടി കുലുക്കി? അമ്മണിക്കുട്ടിക്ക് ബാഗില്ല ഗൈസ്. അമ്മണിക്കുട്ടി കവറിൽ ചാക്കിൽ കെട്ടുകയാണ്. ഇന്റെ 2 പെട്ടിയാണ് ആ താഴത്ത് കാണുന്നത്. സോ ഇനി ഇതൊക്കെ നമുക്ക് പാക്കാക്കിയിട്ട് കൊണ്ടുപോകണം. ഈ അമ്മണിക്കുട്ടി കിടന്ന സ്ഥലമാണിത്. നിങ്ങളിത് കാണണം. നിങ്ങൾ ആരടി അവിടെ കിടന്നീന്റെ? എന്റെ ബെഡ് കുറച്ച് അങ്ങോട്ട് നീങ്ങിന്. ബെഡ് ചവിട്ടി പൊളിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി ഞങ്ങളെ ഹോസ്റ്റലിൽ ആന വന്നിരുന്നു. സോ ഗൈസ്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴി കാണാം. ഓക്കെ, സെറ്റ്. ദാ പാക്കിങ്ങിലാണ് നമ്മൾ. ഈ പെട്ടി ഫുള്ളായി. ഇനി ഇത് അതൊക്കെ പാക്ക് ചെയ്യണം. എന്തോ ഇതിൽ കൊള്ളുമോന്ന് അറിയില്ല. സോ നമുക്ക് നോക്കാട്ടോ. അമ്മണിക്കുട്ടി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പാക്കാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വയ്യെ കാണാം. യുനോ ഗയ്സ്, വി ആർ ഗോയിങ് ടു എന്തിനാ ഫുഡ്. ഞങ്ങളെ ചായ അടിക്കാൻ പോകാം ഗയ്സ്. ഇന്നലെ മറ്റേ അജിയേട്ടന്റെ കട എടുത്തിട്ട് അത് ഷോർട്സ് എഡിറ്റ് ചെയ്തിടണം. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? നടക്കാവ് റോട്ടിലാണ്. അടച്ചിട്ടിക്കാം. നമുക്കെന്നാ ബൈസിക്കിൾ പോയാലോ? അല്ല, അവിടെ തുറന്നാണ്. നോക്കാം, ചോദിച്ചോക്കാം. ബൈസിക്കിളെ കഴിക്കൂ. ബൈസിക്കിളിൽ നമുക്ക് നല്ല ലോഡ് പ്രൈസ് കിട്ടും രാവിലെ തന്നെ. ചള്ളൊക്കെ തന്നാണ്ടല്ലോ. മണിയാണ് രാവിലെ ഗായ്സ്. 11 മണി. ഫുഡ് ഉണ്ട്, ചോദിച്ചോക്കാം. കമോൺ എന്ത് ചോദിക്കാനും. വാട്ട് അമ്മിണി, വാട്ട് വിൽ ഡു? ഞാൻ പറഞ്ഞു, നമ്മുടെ ബൈസിക്കിളിൽ പോയിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ട് നല്ല റേറ്റ് കുറവിൽ കിട്ടും. അത് രാവിലെ തന്നെ ജ്യൂസും ഓടട്ടെ ഫ്രൈസോ. പാത്തു 1 മണിയായി. എന്താ പറയുന്നേ? അവിടെ കയറിയാലോ? എവിടെ? ഈ കൊടയും കൂടെ നമ്മൾ എടുത്തില്ല. ഇന്ന അവസ്ഥ ആലോചിച്ചിട്ട് ഇവളിങ്ങനെ നടത്തിച്ചിട്ട് കൊല്ലും. ഫുഡ് കിട്ടും പറഞ്ഞിട്ട് ഇവിടെ ഓടി ഫുഡില്ല. ഞായറാഴ്ചയാണ് എല്ലാവരുടെയും ക്ലോസ് ആയിരിക്കും. ഞായറാഴ്ച ആയോണ്ടല്ലേ ഞാനും വിചാരിച്ചെന്തപ്പത്. കൊട എടുത്തില്ലെങ്കിൽ ചിന്തിച്ചു നോക്ക്. അതിന്റെ സൗന്ദര്യം ഫുള്ള് പോയിരുന്നു. ഫൈനലി നമ്മൾ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചു. ഫൈനലി ലോഡഡ് ഫ്രൈസും ലൈമും കഴിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ചൂട് നമ്മൾ ഒഴിവാക്കി തരാൻ പറ്റും. ആരോട്? സബ്സ്ക്രൈബേഴ്സിനോട്. ചൂടെടുത്ത് വെക്കാൻ പറ്റും. ഗ്ലാസ് പൊട്ടി നിങ്ങൾ കാണുന്നു കേട്ടാ. കവർ മാത്രമേ ഉള്ളൂ. ഫോൺ കേസ് നാച്ചിക്കരുത്.
ഭയങ്കര കുറവാണ്. നമ്മളെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ നീല കവറില്ലേ അത് മേടിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ. പക്ഷെ ഇവിടെ കാണുന്നില്ല, തപ്പി തപ്പി മടുത്തു ഞങ്ങൾ. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം, വിജയം കണ്ടെത്തും. എവിടെ ആ പണികളോ? എനിക്ക് മാഗി ഇഷ്ടമില്ല. എവിടെ ആ നീല കവർ ചോദിച്ചു നോക്ക്. ചോദിച്ചു നോക്കുക എവിടെ ആളില്ലല്ലോ. മാഗിയോ? വാട്ട് അമ്മണി, വാട്ട് മറ്റേ ബ്ലൂ കവർ ഇല്ലേ? എങ്ങട്ടാ? അപ്പൊ ഗൈസ് നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൊണ്ടുപോകാൻ ഉള്ളത്. സോ ഞങ്ങളുണ്ട്, ഇനി നമുക്ക് ഓട്ടോ വിളിക്കണം കേട്ടോ. അവിടെ ലിപ്സ്റ്റിക് കഴിക്കണേ. അപ്പോൾ ഇനി ഓട്ടോ വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ റൂമൊന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ട് പഠിച്ചു വരാണ് കേട്ടോ. ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ക്ലീൻ ആക്കി ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ നടക്കാണ്. എനിക്ക് ബ്രാൻഡ് കൊളാബറേഷന് ഒരുപാട് ബോക്സും കാര്യങ്ങളൊക്കെ അങ്ങനെ പർപ്പിൾ അതിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല വ്ലോഗ്. വാട്ട്സ് നെക്സ്റ്റ് പരിപാടി? യാത്രയാവും. സങ്കടമുണ്ടോ പോകുന്നതില്? അതൊക്കെ വിഷമൻ്റെതാ. നമ്മള് ഉള്ള ദിവസമായിരുന്നു ഈ റൂമിന് ജീവൻ ഉണ്ടായിരുന്നത്. സോ ഇപ്പൊ ചത്ത പോലെയായി. സോ ഗൈസ് ലെറ്റ്സ് ഗോ. അമ്മണിക്കുട്ടി ഈസ് ടു ബിസി. താങ്കൾ എങ്ങോട്ടാണ്? ഇതെല്ലാം തൂക്കി താങ്കൾ എങ്ങോട്ടാണ്? നമ്മൾ രണ്ടാളുള്ളെങ്കിലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 4-5 കവറ്, 2 പെട്ടി, 2 ട്രോളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് അടിയിൽ ഓട്ടോ വന്നിട്ട് അത് ഇറക്കിയിട്ട് കയറ്റാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പ് നല്ലോണം കയറി ഇറങ്ങണം. ഇന്ന് സ്റ്റെപ്പ് കയറി ഇറങ്ങി നല്ലോണം. ട്വിസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ച ഹോസ്റ്റലിലല്ല കേട്ടോ. നമ്മൾ അത് ഒരു വമ്പൻ ട്വിസ്റ്റാണ്. പിന്നെ അത് നമുക്ക് വലിയൊരു തലവേദന ആയിരിക്കും അല്ലേ? അതെ. ഓട്ടോ അവിടെ ഒരു ഓട്ടോയുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് കുറച്ച് സാധനം കയറ്റാണ്ട് പറയും. അവിടെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് തരുമോ? ഈ ഇറക്കം കയറിയിട്ട് അവിടെ കേറ്. പ്ലേറ്റോ വീലുകൊണ്ട് പിടിച്ചതാണ്. അപ്പൊ നമ്മളെ പുതിയ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് നമ്മൾ അത്രയും സൗകര്യമുള്ള ഒരു സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി ഒരു സൗകര്യം കുറഞ്ഞ ഒരു പ്രശ്നമേ ഉള്ളൂ. അതെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും നമുക്ക്. കാരണം നമ്മളെ സാധനങ്ങളൊന്നും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഇല്ല അല്ലെ. ഇവിടെ എന്തായാലും കുറെ ടൈമിലേക്ക് നിൽക്കാൻ പറ്റൂല. മാക്സിമം
നോക്കാം, ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കാട്ടി മുന്നേ വേറെ കിട്ടിയാൽ മാറും. അപ്പോൾ ഞങ്ങൾ അത്രയും ഫ്രീഡത്തിലും ഭയങ്കര സമാധാനത്തിലായിരുന്നു അവിടെ നിന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഹോസ്റ്റൽ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ടിസ്റ്റ് എന്താ വെച്ചാൽ, നമ്മൾ ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ട് അതിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയി നോക്കാതെ, നമ്മൾ അർജൻറ്റ് കാരണം നമ്മൾ പോയി നോക്കാതെ നമ്മളടുത്ത് പറ്റിപ്പോയൊരു ഫോൾട്ടാണ്, നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ആ ഹോസ്റ്റൽ കേട്ടോ. നമ്മൾ ചെന്നൊക്കെ കയറിയൊക്കെ റെഡിയായി, നമ്മൾ സാധനമൊക്കെ സെറ്റ് ചെയ്തു. അമ്മണിക്കുട്ടി കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ ബാത്റൂം കാണുന്നത് കേട്ടോ. ബാത്റൂം ഒരു മനുഷ്യൻ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, അത്രയ്ക്ക് വൃത്തികേടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം നമുക്ക് ഒരു വട്ടം പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവിടെ എത്രയോ 6 കുട്ടികളെങ്ങാനും നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ അവിടെ താമസിക്കുന്നുള്ള അവസ്ഥയായി പോയി. അതുകൊണ്ട് തന്നെ നമ്മളൊരു 3 മണി 4 മണി 5 മണി ആ ഒരു സമയത്ത് വേഗം തന്നെ നമ്മളൊരു വേറെ ഹോസ്റ്റലിൽ തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും നോക്കില്ല നമുക്ക്, കാരണം അവിടെ കിടക്കാനും നിൽക്കാനും പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് മാറി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോകണം എന്നായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ ബസ് കയറിയിട്ട് പോവുകയാണ് കേട്ടോ. കൊടുത്ത അഡ്വാൻസും പോയി, അതുപോലെ തന്നെ നമുക്ക് അവിടെ നിൽക്കാനും പറ്റിയില്ല. ഒരു നേരം പോലും നമ്മളവിടെ നിന്നിട്ടില്ല കേട്ടോ. അപ്പം തന്നെ നമ്മൾ റിട്ടേൺ പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളങ്ങനെ ഹോസ്റ്റലൊക്കെ സെറ്റ് ആയതിനു ശേഷം നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മണിക്കുട്ടിയും ബേക്കറി കടയിൽ കയറിയതാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹോസ്റ്റലിൽ ചെന്നിട്ട് പെട്ടു. ആ ഹോസ്റ്റലിൻ്റെ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ സാധനം എടുക്കാൻ വേണ്ടി റിട്ടേൺ വന്ന സമയത്താണ് കേട്ടോ. പിന്നെ ഞാനൊരു സിപ്പപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇവളെന്തൊക്കെ തപ്പിക്കൂട്ടി എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഓവർ ബില്ലാക്കുമെന്ന് തമ്പുരാൻ മാറി. ഇവിടെ നമ്മൾ വന്ന് നോക്കിയില്ലായിരുന്നു. അപ്പൊ വന്ന് നോക്കിയപ്പോ തീരെ വൃത്തിയില്ല. പിന്നെ ഇപ്പൊ നാളെയാണ് വർക്കിനും പോണല്ലോ. ഫൈനലി നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്, ഹോസ്റ്റൽ കിട്ടിയിട്ടുണ്ട്. ചാലിപ്പുറത്താണ് കേട്ടോ നമുക്ക് ഹോസ്റ്റൽ കിട്ടിയിട്ടുള്ളത്. ഞങ്ങളെ ഫസ്റ്റത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയും മോശപ്പെട്ട അവസ്ഥയായിരുന്നു. നമുക്ക് പെട്ടെന്ന് മാറേണ്ടി വന്നു. കിട്ടിയ സ്ഥലത്ത് നമ്മള് ഹോസ്റ്റലിൽ പോയി നോക്കാതെ അഡ്വാൻസും കൊടുത്തു. റൂമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അത്രയും വൃത്തിയില്ലാത്തൊരു ഏരിയ ആയിരുന്നു അത്. അത്രയ്ക്കും വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ തീരെ വൃത്തിയില്ല. ഇപ്പോഴും അവിടെ ഒരു 5-6 കുട്ടികൾ നിൽക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് അവര് നിൽക്കുന്നത് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആണെന്നുള്ള ഒരു ഇതില്ല. അത്രയും വൃത്തികെട്ട ഇതിലാണ് മെയിൻ്റെനൻസ് നടക്കുന്നതല്ല അവിടെ. അത് ഇവിടെ നടക്കാവിലായിരുന്നു. നടക്കാവ് പേരൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ അവരുടെ കഞ്ഞൂടി മുട്ടിക്കാണ്ടാവല്ലോ. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹോസ്റ്റൽ ലൈഫ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത ചുറ്റുപാടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലെ പെടും. ഇപ്പതാ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ നല്ല വൃത്തിയുള്ള കുഴപ്പമില്ലാത്ത ഒരു ഹോസ്റ്റൽ സെറ്റ് ആയിട്ടുണ്ട്. ഇത് വരുന്നത് ഇവിടെ മൂര്യാടാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഞാനും അമ്മണിക്കുട്ടി മാത്രമുള്ള റൂമിൽ ഒരു വേക്കൻസിയും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഹോസ്റ്റൽ ലൈഫ് ഇതുവരെ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇന്നത്തോടുകൂടി എനിക്ക് ചടച്ചു. ഞാൻ നിർത്തി വീട്ടിൽ പോയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. അമ്മയുടെ അവസ്ഥയായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് ഡെയിലി പോയി എന്നാലോ എന്നുള്ള അങ്ങനെ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളോട് പറയാനുള്ള, നിങ്ങൾ ഹോസ്റ്റലൊക്കെ തപ്പി എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വിട്ടുമാറൂല. വൃത്തിയില്ലാത്തടത്തൊന്നും നിന്ന് ഒരിക്കലും നിൽക്കരുത്. വൃത്തിയില്ലാത്തടത്ത് മാക്സിമം കുറച്ച് റേറ്റ് കൂട്ടി കൊടുത്താലും നിങ്ങൾ കുറച്ച് വൃത്തിയും വെടുപ്പുള്ളടത്ത് നിൽക്കുക. പിന്നെ നമ്മൾ നിൽക്കുന്ന ഭാഗം കുറച്ച് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നമ്മളെപ്പോഴത്തെ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അടിപൊളി റൂമാണ്. ഹോസ്റ്റലാണ് ഏറെക്കുറെ ഒക്കെ ആയിരിക്കും. പിന്നെ ഫുഡ് ഇവിടെ ഉണ്ട്, ഹോംലി ഫുഡാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇരുന്നിട്ടില്ല ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല. ഞാൻ നേരെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്തിട്ട് ഇനിയിപ്പോ കുളിക്കാൻ കാരണം. അപ്പം ഇന്നത്തെ വീഡിയോ അത്ര. ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ റൂം കേട്ടോ. ഇവിടെ നമുക്ക് ഞാനും അമ്മണിക്കുട്ടിയാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. അവിടെ നമ്മൾ ലഗേജ് ഒന്നും ഒരുക്കിയിട്ടില്ല, കാരണം നമുക്ക് അത്രയും വയ്യ. അവിടെ ബാത്റൂം വരുന്നുണ്ട്. നമ്മൾ 2 ആൾ മാത്രമേ ഈ ഒരു റൂമിൽ വരുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.